ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി മത്തി പിരളൻ ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി പിരളൻ ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. പിരണ്ടിരിക്കുന്ന കറി, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ മത്തി പിരളൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ മത്തി പിരളൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, എണ്ണ, വെള്ളം, ഇത്രയാണ് വേണ്ടുന്നത്. നമ്മുടെ മത്തി പിരളൻ ഉണ്ടാക്കുവാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് കറക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, തക്കാളി, കറിവേപ്പില, വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, എടുത്ത് വെച്ചിരിക്കുന്ന 4 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നത്. അതിനുശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ഇത്. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് ഞെവിടി ഇളക്കി നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു ചുള കുടംപുളിയാണ് ഇത്. അതിനുശേഷം ഈ മത്തി വേകാൻ വേണ്ടിയുള്ള വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കണം. അങ്ങനെ നമ്മുടെ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചു അതിനകത്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഇളക്കി. ഇത് നമുക്കിനി അടുപ്പത്ത് വെച്ച് ഇതൊന്ന് തിളയ്ക്കുമ്പം ഇതിലേക്ക് നമ്മുടെ മത്തി പെറുക്കിയിടാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പിലോ ഗ്യാസിലോ എവിടെ വേണേലും വെക്കാം. ഞാൻ അടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ മത്തി പിരളന് വേണ്ടിയുള്ള നേരത്തെ നമ്മൾ പുരട്ടി വെച്ച മസാലകളും ഉള്ളിയും എല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ഉള്ളിയൊക്കെ ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടെ ഞെവടി ചേർക്കുന്നതായതുകൊണ്ട് അത് ആ തിളച്ച് വരുമ്പോൾ ഉള്ള ഒരു നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നത്. അപ്പം നമുക്ക് ഇനിയും ഇതിലേക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയെ ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. ഇടയ്ക്ക് തുറന്ന് നോക്കി ചട്ടി കറക്കി വെക്കണം, ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ. ഇനിയിട്ടൊന്നുകൂടെ തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിന് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. അതിനുശേഷം അടച്ചു വെച്ച് പിന്നെയും വേവിക്കാം. ഇത് പെട്ടെന്നുണ്ടാക്കാം. വളരെ അധികം രുചികരമായ ഒരു വെറൈറ്റി വിഭവമാണ്. ചോറിൻ്റെ ഒരു വിഭവമാണ് ഒരു പെരളൻ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മത്തി പെരളൻ എന്ന് പേര്. അപ്പം നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം, വേവിക്കാം. അങ്ങനെ നമ്മുടെ മത്തി പെരളൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ മീനൊക്കെ ഇട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് നോക്കി. അതിന് ശേഷം നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. സ്വല്പം ഉപ്പിട്ട് വേണം. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തി പിരളൻ നന്നായി തിളച്ച് നമ്മൾ ഉപ്പിട്ട് ഒന്ന് കറക്കി വെച്ചിരിക്കുകയാണ്. ഇനിയും നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അതിലേക്ക് കുറച്ച് കരിയാപ്പില ഇടാം. കരിയാപ്പില ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് കറക്കി വീണ്ടും ഒന്നുകൂടി വയ്ക്കാം. നമുക്ക് ഇത് ഇച്ചിരി കൂടി വറ്റിച്ചിട്ട് ഒന്നുകൂടെ പിരളാനുണ്ട്. അതിനുശേഷം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ മത്തി പിരളൻ റെഡി ആയിട്ടുണ്ട്. അത് ഒന്ന് വാങ്ങി വെച്ച് ഞാനതിൽ ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കലക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മത്തി പിരളൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചില സ്ഥലങ്ങളിൽ മത്തി ഉള്ളി ഇട്ടത് എന്നും പറയാറുണ്ട്. മത്തി ഉള്ളി ഇട്ടത് എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതലും ഉള്ളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേരുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്.